ഹലോ, വെൽക്കം ടു ബട്ടൺസ് ആൻഡ് ബുട്ടസ്. ഇന്ന് കോട്ട സാരീസിൻ്റെ കളക്ഷൻസുമായിട്ടാണ് വന്നിരിക്കുന്നത്. കഴിഞ്ഞ ക്രിസ്മസിനാണ് നമ്മൾ ആദ്യമായിട്ട് കോട്ട സാരീസ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അന്ന് വളരെ നല്ല റെസ്പോൺസ് ആയിരുന്നു ആ സാരീസിന്. ഒരുപാട് പേര് പ്രീ ബുക്കിങ്ങും ഒക്കെ ചെയ്ത സാരീസായിരുന്നു അന്നത്തേത്. അപ്പോൾ ഇത്തവണ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഡിസൈനിലാണ് സാരീസ് വന്നിട്ടുള്ളത്. ക്രോസ് സ്റ്റിച്ച് എംബ്രോയിഡറിയാണ് ഇത്തവണ ചെയ്തിട്ടുള്ളത്. ഈ സാരീസ് മെഷീൻ എംബ്രോയിഡറിയാണ്, ഹാൻഡ് എംബ്രോയിഡറി അല്ല. അക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഫാബ്രിക് വരുന്നത് സെമി കോട്ട കോട്ടൺ അല്ലെങ്കിൽ മിക്സ് കോട്ട കോട്ടൺ എന്ന് പറയുന്ന മെറ്റീരിയലാണ്. പ്യുവർ കോട്ട കോട്ടൺ അല്ല, അക്കാര്യവും ശ്രദ്ധിച്ചോളണം. കോട്ട സാരീസ് പർച്ചേസ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ 1-2 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ആദ്യമായിട്ട് പർച്ചേസ് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇക്കാര്യങ്ങൾ വീണ്ടും പറയുന്നത്. കഴിഞ്ഞ തവണത്തെ വീഡിയോയിലും ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞിരുന്നു. അത് വളരെ ഉപകാരമായി എന്ന് ഒരുപാട് പേര് പറഞ്ഞു. അതുകൊണ്ടാണ് ഇത്തവണയും ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറയാമെന്ന് കരുതിയത്. ഈ സാരീസ് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള മെറ്റീരിയലിലാണ് വരുന്നത്. ഒരു ഒതുങ്ങിയ ബോഡി ഷേപ്പ് ഉള്ളവർക്ക് മാത്രം സ്യൂട്ടബിൾ ആകുന്ന സാരീസാണ്. പ്ലസ് സൈസുകാർക്ക്, അതായത് 3XL 4XL അങ്ങനെ സൈസ് വരുന്നവരുണ്ടല്ലോ, അത്രയും സൈസുകാർക്ക് ഈ സാരീസ് അവരുടെ ഒരു ബോഡി ഷേപ്പിന് സ്യൂട്ടബിൾ ആകും എന്ന് തോന്നുന്നില്ല. കാര്യം കുറച്ച് ട്രാൻസ്പെറൻ്റ് ആയതുകൊണ്ട് തന്നെ ഈ ഭാഗമെല്ലാം കവർ ചെയ്ത് വരുമ്പോൾ ഒരു ബുദ്ധിമുട്ട് തോന്നും നിങ്ങൾക്ക് തന്നെ. ഈ ഭാഗവും പിന്നെ പ്രത്യേകിച്ച് നമ്മുടെ ഓപ്പൺ ആയിട്ട് കിടക്കുന്ന ഈ സൈഡും എല്ലാം ഇങ്ങനെ പ്ലീറ്റ്സ് ഇട്ട് നമ്മൾ ഉടുക്കുകയാണെങ്കിൽ കവറായി വരാൻ ഒരു ബുദ്ധിമുട്ട് തോന്നും. മെറ്റീരിയൽ ട്രാൻസ്പെറൻറ്റും കൂടെ ആയതുകൊണ്ട് അധികം വണ്ണമുള്ളവർക്ക് ഇഷ്ടപ്പെടാൻ സാധ്യത കുറവാണ്. ഫാബ്രിക് ട്രാൻസ്പെറൻ്റ് ആണ് എന്നൊരു കാരണം പറഞ്ഞ് നമുക്ക് റിട്ടേൺ ഓപ്ഷൻ പോസിബിൾ അല്ല. അതുകൊണ്ട് ഫാബ്രിക്കിനെ പറ്റി നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് മാത്രം നിങ്ങൾ പർച്ചേസ് ചെയ്യാം. കോട്ട സാരീസ് സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നവർക്ക് ഈ കാര്യങ്ങളെല്ലാം നന്നായിട്ട് തന്നെ അറിയാമായിരിക്കും. ആദ്യമായിട്ട് യൂസ് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് പറഞ്ഞു തരുന്നതാണിത്. അപ്പോൾ നിങ്ങളുടെ ബോഡി ഷേപ്പിന് ഈ സാരി സ്യൂട്ടബിൾ ആകുമോ എന്ന് നോക്കിയിട്ട് മാത്രം നിങ്ങൾ പർച്ചേസ് ചെയ്യാം. ഈ സാരിയുടെ ലെങ്ത്ത് വരുന്നത് 6:30 ഒരു 80 സെൻറ്റിമീറ്ററിൻ്റെ ബ്ലൗസ് പീസ് ഇതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. 5.5 മീറ്ററാണ് സാരി വരുന്നത്. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ ഇതിൽ നിന്ന് ബ്ലൗസ് പീസ് കട്ട് ചെയ്തെടുത്ത് സ്റ്റിച്ച് ചെയ്യുന്നതിലും നല്ലത് 2x2 ഒരു ബ്ലൗസ് പീസ് നിങ്ങൾക്ക് കോൺട്രാസ്റ്റ് കളറോ അതല്ലെങ്കിൽ സെയിം കളറിലേതോ എടുക്കുന്നതായിരിക്കും നല്ലതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാര്യം മറ്റൊന്നുമല്ല, ഈ സാരീസ് ഇത്രയും ട്രാൻസ്പെറൻ്റ് ആണ്. അപ്പോൾ ഇതിൽ നിന്ന് കട്ട് ചെയ്ത് ബ്ലൗസ് പീസ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാമായിരിക്കുമല്ലോ അതിന് എത്രയും കട്ടിയുള്ളൊരു ലൈനിങ് ക്ലോത്ത് പ്രൊവൈഡ് ചെയ്താലാണ് അതൊന്ന് വൃത്തിയായിട്ട് ഇരിക്കുക എന്നുള്ളത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിലും കുറച്ചുകൂടെ ബെറ്റർ ഓപ്ഷൻ നിങ്ങൾ നല്ല ഒരു 2x2 ബ്ലൗസ് പീസ് സ്റ്റിച്ച് ചെയ്യുന്നതായിരിക്കും. ഇതെൻ്റെ ഒരു അഭിപ്രായമാണ്. ക്രിയേറ്റീവായിട്ടുള്ള ഒരുപാട് ഐഡിയാസൊക്കെ ഉള്ളവർ ഇതിൻ്റെ അകത്തുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് അവരവരുടെ ഇഷ്ടം പോലെ ചെയ്യാം. 1120 രൂപയാണ് സാരിയുടെ റേറ്റ് വരുന്നത്. ഷിപ്പിംഗ് ചാർജസും ഉണ്ടായിരിക്കുന്നതാണ്. സാരീസ് ഓരോന്നായിട്ട് കാണാം. ആദ്യത്തെ സാരി ഇങ്ങനെ ഒരു യെല്ലോ ഷെയ്ഡിലാണ് വരുന്നത്. സാരിയുടെ ബോഡിയിൽ ഫുള്ളായിട്ട് ഈ ഒരു ലീഫിൻ്റെ എംബ്രോയ്ഡറി വർക്ക് ഫുൾ ബോഡിയിലും പോയിട്ടുണ്ട്. ബോർഡർ പോർഷനിലാണ് ഇങ്ങനെ ഒരു ഫ്ലവർ ഡിസൈൻ വന്നിട്ടുള്ളത്. കൂടാതെ ഇതുപോലെ ഒരു സ്കാലപ്പ് ചെയ്തിട്ടുള്ളൊരു ലേസ് വർക്കിൻ്റെ ബോർഡറും പോയിട്ടുണ്ട്. സാരിയുടെ പല്ലു പോർഷനിൽ പ്രത്യേകിച്ച് വേറെ ഡിഫറെൻ്റ് ആയിട്ടുള്ള വർക്കൊന്നുമില്ല. ഇത് തന്നെയാണ് പല്ലു പോർഷനിലെയും വർക്ക് വരുന്നത്. ഇങ്ങനെ ബോർഡറിലായിട്ട് ഈ ഒരു വർക്ക്, ഈ ഒരു ഫ്ലവറിൻ്റെ ഡിസൈൻ ഇങ്ങനെ പോയിട്ടുണ്ടായിരിക്കും. സാരി ഡ്രേപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ഇങ്ങനെ കുത്തി റൗണ്ട് ചെയ്യുന്ന പോർഷൻ ഉണ്ടല്ലോ, അവിടെ പ്ലെയിൻ ആയിരിക്കും. അവിടെ പ്രത്യേകിച്ച് വർക്കൊന്നുമില്ല. ഇതിൻ്റെ അകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ബ്ലൗസ് പീസും പ്ലെയിൻ തന്നെയാണ്. അതിലും പ്രത്യേകിച്ച് യാതൊരു വർക്കും ഇല്ല. പ്ലെയിൻ ആയിട്ടുള്ള ഈ യെല്ലോ കളറിലെ ഒരു 80 സെൻറ്റിമീറ്ററിൻ്റെ ബ്ലൗസ് പീസാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അത് കഴിഞ്ഞ് നമ്മൾ സാരി റൗണ്ട് ചെയ്ത് ബാക്ക് പോർഷൻ വരുമ്പോൾ അവിടെയെല്ലാം ഈ ഒരു ഫ്ലവറിൻ്റെ ഡിസൈൻ ഉണ്ട്. ബാക്കി സാരിയുടെ ബോട്ടം പോർഷനിലെല്ലാം ഫ്ലവർ ഡിസൈൻ വരുന്നതാണ്. അപ്പോൾ ഫുൾ വ്യൂ ഞാനൊന്ന് കാണിക്കാം. ഫുൾ വ്യൂ വരുന്നത് ഇതുപോലെ ബോഡിയിൽ ഫുള്ളായിട്ട് ഈ ഒരു വർക്ക്, ഈ ഒരു ലീഫിൻ്റെ വർക്ക് ഫുള്ളായിട്ട് എല്ലാ ഭാഗത്തും പോയിട്ടുണ്ട്. ഇങ്ങനെയായിരിക്കും സാരി വരുന്നത്. അപ്പോൾ ഇനി നമുക്ക് എല്ലാ കളേഴ്സും ഒന്ന് കണ്ടുപോകാം. യെല്ലോ കളർ സാരീസ് പർച്ചേസ് ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. ലൈറ്റിൻ്റെ വേരിയേഷൻ കൊണ്ടും ഈ ചില കളേഴ്സ്
യെല്ലോ പീച്ച് പോലുള്ള കളേഴ്സ് അത്ര കൃത്യമായിട്ട് വീഡിയോയിൽ വരാത്തത് കൊണ്ടും ഇങ്ങനെ ഒരു ലൈറ്റർ ഷെയ്ഡിലായിരിക്കും കാണുന്നത്. ഒരല്പം കൂടെ കളറ് ഈ സാരിക്ക് ഉണ്ട്, ഒരല്പം കൂടെ യെല്ലോ കളറുണ്ട് എന്ന് പറഞ്ഞ് ഫ്ലൂറസൻ്റ് ആയിട്ടുള്ള യെല്ലോ എന്നുള്ള നമ്മൾ കോട്ടൺ സാരീസ് എംബ്രോയ്ഡറി ചെയ്ത കോട്ടൺ സാരീസിലൊക്കെ പറയുന്നത് പോലെ തന്നെ ഒരു കാര്യമാണിതും. യെല്ലോ കളറ് കുറച്ചൊരല്പം ലൈറ്ററായിട്ട് വീഡിയോയിൽ കാണത്തുള്ളൂ. ഇതിലും കുറച്ചുകൂടെ ഒരു കളർ, ഒരു ടോൺ മുന്നിൽ നിങ്ങൾക്ക് കയ്യിൽ കിട്ടുമ്പോൾ തോന്നിയെന്നിരിക്കാം. അത് ഒരു സാധാരണ കാര്യമായിട്ട് മനസ്സിലാക്കുക. അത് പ്രശ്നമില്ലാത്തവർ മാത്രം യെല്ലോ കളർ എടുക്കുക. ഇതൊരു ഭയങ്കര ബ്രൈറ്റ് യെല്ലോ ഒന്നും അല്ല, ഫ്ലൂറസൻ്റ് യെല്ലോയും അല്ല. പക്ഷേ ഇത്രയും ലൈറ്റായിട്ട് ചിലപ്പോൾ സൺലൈറ്റിൽ നിങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോൾ ഫീൽ ചെയ്യണമെന്നില്ല എന്നൊരു കാര്യം ഞാനൊന്ന് ഓർമ്മിപ്പിച്ചതാണ്. രണ്ടാമത്തെ സാരി വരുന്നത് ഇങ്ങനെ ഒരു പിസ്ത ഗ്രീൻ കളറിലാണ്. അതിൽ 2 കളറിലെ ഫ്ലവേഴ്സ് വരുന്നുണ്ട്. ഒന്നൊരു പീച്ചും പിങ്കും കൂടെ ചേർന്നതും പിന്നെ ഒന്നൊരു ഡാർക്ക് പീച്ച് കളറിലുമാണ് വരുന്നത്. ലൈറ്റ് പീച്ചും ഡാർക്ക് പീച്ചും കൂടെ ചേർന്ന രീതിയിൽ. അപ്പോൾ ഇതിൽ രണ്ടിലും നിങ്ങൾക്ക് ഏതാണോ വേണ്ടുന്നത് അത് പറഞ്ഞാൽ മതി. ഇങ്ങനെ 2 സാരി കളർ സെയിം ആണെങ്കിലും ഫ്ലവർ കളർ ഡിഫറെൻ്റ് ആയിട്ട് വരുന്നത് ഞാൻ കാണിക്കാനുള്ള കാര്യം, ചിലർ അവരവരുടെ കയ്യിലുള്ള ബ്ലൗസിനനുസരിച്ചായിരിക്കും സാരി സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ കളർ ബ്ലൗസ് ഉള്ള ഒരാളിന് ഈ സാരി അയച്ചാൽ ബുദ്ധിമുട്ട് തോന്നും. അതുകൊണ്ടാണ് ഞാൻ 2 കളറും കാണിച്ചത്. ഇനി രണ്ടിലേതെങ്കിലും ഒരു കളർ മതി എന്നുള്ളവർ പിസ്ത ഗ്രീൻ എന്ന് മാത്രം വാട്സപ്പിൽ പറഞ്ഞാൽ മതി. അടുത്ത കളർ വരുന്നത് ഇങ്ങനെ നല്ല ഭംഗിയുള്ളൊരു പിങ്ക് ടോണിൽ വരുന്നൊരു പീച്ചാണ്. പിങ്ക് ബ്ലെൻഡഡ് ആയിട്ടുള്ളൊരു പീച്ചാണ്. നല്ല രസമുള്ളൊരു കളറാണ്. ഈ കളറും ഇതുപോലെ തന്നെ വീഡിയോയിൽ കാണുമ്പോൾ ചിലപ്പോൾ ഒരല്പം ലൈറ്ററായിട്ട് തോന്നും. നേരിട്ട് കാണുമ്പോൾ നിങ്ങളുടെ കൈ കിട്ടുമ്പോൾ കുറച്ചുകൂടെ ഒരു കടുപ്പം ഫീൽ ചെയ്തെന്നിരിക്കാം. ഞാൻ പറഞ്ഞതാണ് എന്നും പറഞ്ഞ് ഭയങ്കര ഫ്ലൂറസൻ്റ് ആയിട്ടുള്ള പ്രായമുള്ളവർക്ക് ഉടുക്കാൻ പറ്റാത്തതോ ആയിട്ടുള്ള ഒരു കളറല്ല. എല്ലാവർക്കും ഇണങ്ങുന്ന രീതിയിലുള്ളൊരു കളർ തന്നെയാണ്. ചെറിയൊരു സ്ലൈറ്റ് വേരിയേഷൻ ഉണ്ടാകുമെന്ന് പറഞ്ഞതാണ്. ഇത് ഇങ്ങനെ വൈറ്റ് സാരിയാണ്. വൈറ്റിലും ചെറിയ വേരിയേഷൻ ഉണ്ട് ഫ്ലവറിൻ്റെ കളറിൽ. ഒരിടത്തൊരു ലൈറ്റ് പീച്ചും ഒരിടത്തൊരു പിങ്കും പോലെയാണ് വന്നിട്ടുള്ളത്. രണ്ടിലേതെങ്കിലും ഒന്ന് മതി എന്നുള്ളവർക്ക് കുഴപ്പമില്ല. കളറിൽ പെർട്ടിക്കുലർ ഇന്ന കളർ തന്നെ വേണമെന്നുള്ളവർ പറഞ്ഞാൽ മതി ഇതിലേത് വേണമെന്ന്. അതുപോലെ തന്നെ ലാവൻഡറും 2 കളർ ടോണിലാണ് വന്നിരിക്കുന്നത്. ഒന്നൊരു ഡാർക്ക് വയലറ്റും പിന്നെ ഒന്നൊരു ലാവൻഡറിൻ്റെ തന്നെ കുറച്ചുകൂടെ ഒരു കടുപ്പമുള്ള കളർ ഷെയ്ഡിൽ. അങ്ങനെ 2 ഇതിലാണ് വന്നിരിക്കുന്നത്. അടുത്ത സാരി നമ്മുടെ ലൈറ്റർ ചിക്കു ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. ഒരു സാൻഡൽ കളറിൻ്റെയൊക്കെ കുറച്ചുകൂടെ ഒരു ഡാർക്കർ ആയിട്ടുള്ളൊരു ടോണിൽ വരുന്ന സാരിയാണ്. ലൈറ്റർ ചിക്കു എന്നോ ലൈറ്റർ ബേജ് എന്നോ ഒക്കെ പറയാവുന്ന ഒരു കളർ ടോൺ. അടുത്ത കളർ ഇങ്ങനെ ഒരു ഗ്രേ ആണ്. അതിലിങ്ങനെ ബ്ലാക്ക് ആൻഡ് ലാവൻഡറിൻ്റെ ഫ്ലവർ ഡിസൈനാണ് വന്നിട്ടുള്ളത്. ഇത്രയും കളർ ഷെയ്ഡ്സിലാണ് കോട്ട സാരീസ് ഇത്തവണ അവൈലബിൾ ആക്കിയിരിക്കുന്നത്. ലിമിറ്റഡ് ആയിട്ടുള്ള പീസസേ ഉള്ളൂ. ആദ്യം പേയ്മെൻറ്റ് ചെയ്യുന്നവർക്ക് ഇപ്പോൾ തന്നെ പർച്ചേസ് ചെയ്യാം. അല്ലാത്തവർ പ്രീ ബുക്കിംഗ് ഓപ്ഷനിലേക്ക് പോകാവുന്നതാണ്. കോട്ട സാരീസിന് കഴിഞ്ഞ തവണയും നമ്മൾ പ്രീ ബുക്കിംഗ് ഓപ്ഷൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത്തവണയും അതുകൊണ്ട് പേയ്മെൻറ്റ് ചെയ്താണ് പ്രീ ബുക്ക് ചെയ്യേണ്ടത്. 1120 എന്ന് പറയുന്ന റേറ്റ് നിങ്ങൾ പേ ചെയ്ത് പ്രീ ബുക്ക് ചെയ്താൽ നിങ്ങൾക്കൊരു 3 ആഴ്ച കൊണ്ട് ഇവിടുന്ന് ഡെസ്പാച്ച് ചെയ്യുന്ന രീതിയിൽ സാരീസ് നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറിൻ്റെ സ്ക്രീൻഷോട്ട് വാട്സപ്പിലേക്ക് സെൻഡ് ചെയ്താൽ മതി. ബാക്കി ഡീറ്റെയിൽസ് എല്ലാം വാട്സപ്പിൽ ഞാൻ പറയുന്നതായിരിക്കും. ഡെസ്പാച്ച് ചെയ്താൽ ഇവിടുന്ന് ഒരു കേരളത്തിനകത്താണെങ്കിൽ 2 or 3 ഡേയ്സിനകം ഡെലിവറി ചെയ്യും. അതല്ല കേരളത്തിന് പുറത്തുള്ളവർക്കാണെങ്കിൽ 1 week to 10 days ആണ് നമ്മൾ പറയുന്നത്. അതിനകം ഡെലിവറി ചെയ്ത് കിട്ടുന്നതായിരിക്കും ഇവിടുന്ന് ഡെസ്പാച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം. അപ്പോൾ പ്രീ ബുക്കിംഗ് എടുക്കാൻ താല്പര്യമുള്ളവർ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. അപ്പോൾ വീണ്ടും മനോഹരമായിട്ടുള്ള കുറേ സാരീസുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.